നമസ്കാരം. കുറച്ച് അധികം കാലമായി ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടൊന്ന് നേരിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ വിടാതെ പിന്തുടരുകയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തിരക്കും പിന്നെ ഞാൻ എൻ്റെ കൊച്ചിയിലെ വാസമൊക്കെ ഒരു വിലങ്ങുതടിയായി. എന്നാലും ഇപ്പോൾ വിജയേട്ടൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി CM അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. അടുത്ത കുറച്ച് നിമിഷം കേരളത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒന്ന് രണ്ട് പ്രശ്നങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരിക്കും അക്രമത്തിനുമെതിരെ ഒരു ജനകൂട്ടായ്മ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രി നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഭക്ഷണം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതെ അതെ. അപ്പോൾ എനിക്ക് അറിയേണ്ടത്, സാധാരണ അങ്ങ് എന്തൊക്കെ ഭക്ഷണം കഴിക്കുക? ഉച്ചയൊക്കെ ആയി കഴിഞ്ഞാൽ സാധാരണ ഭക്ഷണം തന്നെ. അതെ, അരി ഭക്ഷണം. അല്ല, ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ ഉച്ചക്ക് നമ്മുടെ കേരള ഹൗസിൽ നല്ല ഭക്ഷണം കിട്ടുമല്ലോ. അല്ല, ഒരുപാട് എനിക്കൊന്ന് ഈ പാർട്ടിയിലെ സജീവത കൊണ്ടും ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് സജീവമായിട്ട് പുറത്തൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും. അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ വിജയേട്ടൻ്റെ വയറിനെ ദ്രോഹിക്കുന്ന ഭക്ഷണം എന്തായിരുന്നു? അല്ല, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അധികം ഞാൻ കഴിക്കാറില്ല. സാധാരണ ഒരു ശരിയായ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കൂ. ഒരു ഭക്ഷണപ്രിയനാണോ? അല്ല, നല്ല ഭക്ഷണം കിട്ടിയാൽ ആർക്കും പ്രിയല്ലേ. അല്ല, അത് ആസ്വദിച്ചും കഴിക്കുമോ അതോ ഒരു കുറച്ച് സമയം എടുത്താൽ കഴിക്കുക? സമയമെടുക്കും. അതെ അതെ, സമയമെടുക്കും. ഒരു ഒരു നല്ല ഇരുത്തം എന്നൊരു കുടുംബസ്ഥനാണെന്ന് കേട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എപ്പോഴും കുടുംബത്തിൽ സാന്നിധ്യം ഉണ്ടാവും. തിരക്ക് പിടിച്ച ജോലിയാണ്, മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുമ്പോൾ രാത്രിയായ വീട്ടിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുന്ന ഒരാളാണോ? അത് വേണ്ടേ, നമ്മൾ കുടുംബത്തോടൊപ്പം നമ്മൾ വേണ്ടേ? അല്ലെ, സാധാരണ അങ്ങനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങയുടെ ഈ മീറ്റിങ്ങുകൾക്കും ഒക്കെ തന്നെ ഈ ക്ലിഫ് ഹൗസിലെ താമസത്തിനിടയിൽ അങ്ങോട്ടും ഈ മീറ്റിങ്ങൊക്കെ ക്ഷണിച്ചുകൊണ്ട് പോകും. എങ്ങനെ അതിനകത്തൊരു നിലപാട്? ക്ലിഫ് ഹൗസിൽ മീറ്റിങ്ങിന് വലിയ സ്ഥലമില്ല, അതാണ് പ്രശ്നം. ഏറ്റവും സൗകര്യം കുറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ വാസസ്ഥലമാണ് നമ്മുടെ ക്ലിഫ് ഹൗസ്. കേരളത്തിലെ നമ്മുടെ ഒരു പൊതുനില, പ്രത്യേകിച്ച് നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കുന്ന നില കൊണ്ട് ആരും അതിന് മാറ്റങ്ങൾ അധികം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ യോഗം ചേരണമെന്ന് വെച്ചാൽ ക്ലിഫ് ഹൗസിൽ അതിനുള്ള സൗകര്യമില്ല. ആകെ ഒരു സൗകര്യപ്പെടുത്തിയ ഒരു മുറിയുള്ളത് ഈ കയറുമ്പോൾ തന്നെയുള്ള മുറി, ആ ഷാർജ ഷെയ്ഖൊക്കെ വന്ന ഘട്ടത്തിൽ വീട്ടിലോട്ട് വന്നു. ആ ഘട്ടത്തിലൊന്നും മോഡിഫൈ ചെയ്തിരുന്നു. കുറച്ച് കസേരകൾ മാറ്റിയെന്ന് അർത്ഥം. പക്ഷെ അതിലൊന്നും ആവശ്യമായത്ര മീറ്റിംഗ് നടത്താനുള്ള സ്ഥലമില്ല. അതിപ്പോൾ പരിഷ്കരിച്ച് നന്നായി. ഞാൻ അതിനിടയിൽ ചോദിക്കട്ടെ, ഞങ്ങൾ ഈ മാധ്യമത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോഴേ ഞങ്ങൾ വിചാരിക്കുന്ന ഈ വാർത്തകളൊക്കെ അങ്ങനെ മുഖ്യമന്ത്രിക്ക് എതിരെ കൊടുത്താലും അദ്ദേഹം പേടിക്കാൻ പോകുന്നില്ല എന്നാണ്. അപ്പം നമ്മളീ ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് അങ്ങേ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടോ? അത് നിങ്ങളാലോചിക്കും, നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. എന്തായാലും നന്നായി. അല്ല, അങ്ങ് മാത്രമല്ല, ഞാൻ അങ്ങയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പം കൊച്ചുമോനെയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുക, അപ്പം കേകു പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, ഈ മുതിർന്നവരിലുള്ള കുട്ടികളാണല്ലോ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അപ്രോച്ചുള്ള ഒരാളാണ് ഫാമിലി മാനായ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങയുടെ ഒരു സാധാരണഗതിയിൽ ഇപ്പോൾ ബുദ്ധിയുള്ളൊരു തിരക്ക് സ്വകാര്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരത്തില്ലല്ലോ, അങ്ങനെ ഒരാളാണെന്ന് എൻ്റെ വിശ്വാസം. അല്ല, അത് നമ്മുടെ പൊതുജീവിതം തന്നെയാണല്ലോ. പക്ഷേ കുടുംബത്തിന് കുറച്ച് സമയം ചിലവഴിക്കണമല്ലോ. അതെ. അപ്പോൾ കുടുംബത്തിലെത്തിയാൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, അപ്പോഴും ഇന്നത്തെ നിലയിൽ പൊതുവായ കാര്യങ്ങൾ കുറേ നോക്കാനുണ്ടാവും. ശരിക്കുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് പ്രശ്നം. അല്ല, പൊതുവേ ഈ ചിലപ്പം നമ്മുടെ ഗാന്ധിജിയൊക്കെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതൊക്കെ പ്രോബ്ലം ആകുമെന്ന് പറഞ്ഞല്ലേ, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മത സാമുദായിക ശക്തിയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്, ഇങ്ങനെയൊക്കെ ചില നിലപാടുള്ളവരെ അങ്ങേക്ക് വീട്ടിലുള്ള ആളുകൾക്ക് അങ്ങയുടെ നിലപാടുകളെ സ്വാധീനിക്കാൻ പറ്റുമോ? അങ്ങനെ അവസരം കൊടുക്കാറുണ്ടോ? അത് മറ്റുള്ളവർ വിലയിരുത്തേണ്ട കാര്യമാണ്. എൻ്റെ ഒരു ധാരണ, സാധാരണ നിയതമായ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളത് മാത്രമാണ് ഞാൻ സ്വീകരിക്കുന്നില്ല. അതിനകത്ത് മറ്റ് സ്വാധീന ഒന്നും, ഏത് തരത്തിലുള്ള സ്വാധീനമായാലും അത് വിലപ്പോവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അല്ല, സാധാരണഗതി നമ്മുടെ മലയാളികൾക്ക് വളരെ പെട്ടെന്ന് ഡീൽ ചെയ്യാൻ പറ്റുന്നത് ഈ അടുക്കള വഴിയാണ്. വൈഫ് വഴിയൊക്കെ കാര്യങ്ങൾ പറയുക, അവതരിപ്പിക്കുക. ഇതൊന്നും മുഖ്യമന്ത്രി എന്ന വിജയേട്ടൻ്റെ ഇത് നടക്കുന്നില്ലെന്ന് ചില ആൾക്കാർ പിന്നാമ്പറങ്ങളിൽ പറയുന്നുണ്ട്. അതൊക്കെ പ്രത്യേകമായ രൂപത്തിൽ രൂപപ്പെടുത്തി വരുന്നതാണ്. നമ്മുടെ കുടുംബ രീതിയും അങ്ങനെ തന്നെയാണ്. തെറ്റായ കാര്യങ്ങളിൽ വ്യാപരിക്കാൻ പോയാലാണ് ഈ മറ്റ് ദുസ്വാധീനങ്ങളൊക്കെ
വരുന്നുണ്ടാകും. ഇപ്പോൾ ആരെങ്കിലും അവരെ ബന്ധപ്പെടുകയാണെങ്കിൽ തന്നെ അത് സാധാരണ നിലക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞങ്ങ് ഒഴിയുന്ന നില സ്വാഭാവികമായിട്ടും സ്വീകരിക്കും. അതുകൊണ്ട് കേൾക്കുന്നയാൾക്കും വേറെ വിഷമമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ ദാമ്പത്യത്തിലൊരു ആശയ സംഘടന ഉണ്ടാകും നമ്മൾ അനുവദിക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയില്ല. അതെ അതെ അതെ.